വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. ദീപാവലിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഇപ്പം എല്ലാവരുടെ കയ്യിലുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു സ്വീറ്റ്സ് ബോക്സ് അല്ലേ. അപ്പോൾ എല്ലാവരും കളഞ്ഞോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദീപാവലിയൊക്കെ വരുമ്പോൾ എല്ലാവരും പടക്കം പൊട്ടിക്കാനും സ്വീറ്റ്സ് കഴിക്കാനും അതുപോലെ വിളക്കൊക്കെ കത്തിക്കാനും ഒക്കെയാണ് ആഗ്രഹിച്ചിരിക്കുക. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബോക്സ് കിട്ടാനാണ് കേട്ടോ. ഇത്തവണ കിട്ടിയ സ്വീറ്റ് ബോക്സ് എന്തായാലും പൊളിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കണ്ടില്ലേ, ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആ ഒരു ബോക്സിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ചെറിയൊരു കോട്ട് പോലെ എഴുതി കൊടുക്കുകയാണ്. ഇതുപോലെ പോയിൻ്റുള്ള ഗ്ലൂ ബോട്ടിൽ എടുക്കുക, എങ്കിലാണ് നമുക്ക് ലെറ്ററൊക്കെ കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി കഴിയുള്ളൂ. ആക്ച്വലി ഈ സ്വീറ്റ്സ് ബോക്സ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പ്ലെയിൻ ആയിട്ട് വെക്കാമെന്നാണ്. പ്ലെയിൻ ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു മിനി പ്ലാന്റ് പോലെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കയ്യിൽ മിനി പ്ലാന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഈ ഐഡിയ ട്രൈ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു അടിപൊളി ക്വാട്ടാണ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലിറ്റർ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത് അപ്പം മനസ്സിലാവും. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്രീൻ കളർ ഗ്ലിറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലിറ്റർ നല്ലപോലെ ഒട്ടി നിൽക്കുന്ന ഒരു ടൈപ്പ് പേപ്പറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്ലൂവിൻ്റെ കൂടെയും അല്ലാതെയും ഗ്ലിറ്റർ അവിടെ ഒട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ നല്ലപോലെ തട്ടിക്കുടഞ്ഞ് ബാക്കി അധികം വരുന്ന ഗ്ലിറ്റർ ഇങ്ങെടുക്കണം. എങ്കിൽ കൂടെ അവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇതുപോലെ തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും കേട്ടോ. ഗ്ലൂവിലല്ലാത്ത ഭാഗമൊക്കെ തട്ടുമ്പോൾ ഇങ്ങ് പോരും. അപ്പോൾ അതിങ്ങനെ നമുക്ക് തട്ടിയിട്ട് ഇങ്ങെടുക്കാം. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന കോട്ട് എന്ന് പറയുന്നത് എൻജോയ് ലിറ്റിൽ തിങ്സ് എന്നാണ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും എല്ലാവരുടെ ലൈഫിലെയും ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്ത് ജീവിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് പേടിക്കാതെ നമ്മൾ സന്തോഷം വരുമ്പോൾ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ ആ ഒരു ഏങ്കിളിൽ തന്നെ നമ്മൾ സങ്കടം വരുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുക. കാരണം ജീവിതം എന്ന് പറയുന്നത് സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലെ ഓരോരോ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് എല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന കോട്ട് എന്ന് പറയുന്നത് എൻജോയ് ലിറ്റിൽ തിങ്സ്. അപ്പോൾ അത് ഇത്തിരി തിന്നായി പോയത് കൊണ്ട് നമ്മൾ ഒന്നുകൂടെ അതൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂടെ ഗ്ലൂ വെച്ച് നമ്മൾ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്തപ്പോൾ അധികം വന്ന ഗ്ലിറ്റർ നമ്മൾ താഴെ ഇതുപോലെ തട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും വീണ്ടും ഗ്ലിറ്റർ എടുത്ത് കളയേണ്ട ആവശ്യമില്ല. കാരണം ഗ്ലിറ്റർ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് വീണ്ടും എടുത്ത് വെക്കാനായിട്ട് ഇത്തിരി പാടാണ്. സോ അങ്ങനെ നമ്മൾ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയൊരു വർക്കുണ്ട്. ഞാൻ ഇത്തിരി ഗ്ലിറ്റർ ആയിട്ടുള്ളൊരു സ്റ്റോൺസ് എടുക്കുന്നുണ്ട്. അതായത് കുറച്ച് ഷൈനി ആയിട്ടുള്ള സ്റ്റോൺസ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഇത് നമ്മുടെ ഡ്രസ്സിലൊക്കെ വെക്കുന്ന സ്റ്റോൺസും അതുപോലെ പഴയ മാലയുടെ ഒരു ബീഡ്സുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ലുക്കാണ് നമ്മുടെ സ്വീറ്റ്സ് ബോക്സിനുള്ളത്. ഇനി ആ ഒരു എഴുതിയ ക്വോട്ട് ഇത്തിരി കൂടി ഷൈനി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നറിലായിട്ട് റെഡ് കളർ മാർക്കർ വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഔട്ടറിലായിട്ട് നമുക്ക് യെല്ലോ കളർ മാർക്കർ വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ക്വോട്ട്സിന് ഇത്തിരി ഷൈനിങ് കൂടുതൽ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, കണ്ടില്ലേ, ഒരു ഗ്ലോ ആണോ ഷൈനിങ് ആണോ എന്തോ ഒരു എഫക്റ്റ്, ഒരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് ബാക്കി വരുന്ന ഈ ഒരു സ്വീറ്റ്സ് ബോക്സിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗം ഉണ്ടല്ലോ, അത് ഞാനൊരു ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. ഫ്രെയിം ആക്കിയിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മോളുടെ ഒരു പഴയ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫോട്ടോ അല്ല, നമ്മുടെ ഫ്ലെക്സ് ഉണ്ടല്ലോ, നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ഫ്ലെക്സ് അടിക്കുമല്ലോ, അതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഒരു ഫ്ലെക്സ് ആയിരുന്നു. അപ്പോൾ അതിലത് ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. എല്ലാം ഞാൻ ഇതുപോലെ മുറിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിൽ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വീറ്റ്സ് ബോക്സ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണം. സോ ഞാൻ ആദ്യം ടേബിളിൽ വെച്ച് നോക്കി, അതിനുശേഷം വാളിൽ ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, 2 വീഡിയോസും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതലായിട്ട് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്തറിയിക്കാം. സോ നമുക്ക് രണ്ടും കാണാം.
ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.